എഡ്യൂക്കേഷൻ മീറ്റ് എന്ന് പറയുന്ന കേരളം ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഇവന്റ്, 70ഓളം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാർട്ടിസിപ്പൻസ് വരുന്ന ഒരു ഡെലിഗേറ്റ്സ് വരുന്ന ഒരു വലിയ ഇവന്റിൽ ചീഫ് മിനിസ്റ്ററും എഡ്യൂക്കേഷൻ മിനിസ്റ്ററും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ മാറി നിന്നു എന്ന് പറയുന്നത്, സാറിൻ്റെ അടുത്തത് ഇൻഫോം ചെയ്തില്ല എന്ന് പറയുന്നതും അതിനകത്തും ഒരു അസ്വാഭാവികതയുണ്ടെന്നാണ്. അതൊരു കോംപ്രമൈസ് ആയിരുന്നു. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും വരാതിരിക്കുകയാണെങ്കിൽ അവർ ബഹളം ഉണ്ടാക്കില്ല. പല സ്ഥലങ്ങളിലും പ്രക്ഷോഭങ്ങളുണ്ടായി. അപ്പോൾ ഞാനകത്ത് കയറിയപ്പോഴാണ് ശ്രീനിവാസൻ വന്നടാന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്ത്. അതിലാണ് ഒരാളെൻ്റെ തോളിൽ കൈയിട്ട് ക്രൗഡിൽ നിന്ന് രക്ഷപ്പെടുത്താനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു സ്ലാപ്പ് ഓൺ മൈ റൈറ്റ് ചീക്ക്, അതിൽ ഞാൻ വീണുപോയി. അതിനൊന്നും റിയാക്ട് ചെയ്തില്ല. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. താങ്ക് യു ഫോർ യുവർ ടൈം. നമ്മൾ ഏതാണ്ട് 10 വർഷത്തിന് മുകളിലായിട്ട് UN റെപ്ലിക്ക എന്നൊരു പ്രോഗ്രാമിന് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നു. കുട്ടികളിൽ അടുത്ത തലമുറയ്ക്ക് ഒരു ഇൻ്റർനാഷണൽ കറണ്ട് അഫയേഴ്സിനെ പറ്റിയും ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവ്സിനെ പറ്റിയും അതേപോലെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ഡിബേറ്റിംഗ് സ്കിൽസ്, ഡിപ്ലോമസി സ്കിൽസ് ഒക്കെ ചെറുപ്പത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ സാറിൻ്റെ ആ ഒരു വിഷൻ, പ്രത്യേകിച്ചും UN-ൻ്റെ ഒരു ട്രെയിനിങ് കുട്ടികൾക്ക് ആവശ്യമാണ്, എക്സ്പോഷർ ആവശ്യമാണ്. അതും ഒരു അക്കാഡമിക് റിഗറിൽ അത് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും കഴിഞ്ഞൊരു 10 വർഷമായിട്ട് അത് വിജയകരമായിട്ട് നമുക്ക് തുടരാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിൽ സാറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള, സാറിൻ്റെ ആ UN റെപ്ലിക്ക എന്ന് പറഞ്ഞ വിഷനിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ രാജ്യത്തിന് ഒരു പുതിയ ഒരു പൊളിറ്റിക്കൽ കരിക്കുലം നമ്മൾ ഉണ്ടാക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ പൊളിറ്റിക്സിന് ഒരു പുതിയ സ്റ്റാൻഡർഡൈസേഷൻ, ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കേണ്ടതില്ലേ? ഇപ്പോൾ നമ്മൾ തുടർന്ന് വരുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോട്ടോക്കോൾസും പൊളിറ്റിക്കൽ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ നമ്മളെ സോക്കോൾഡ് സിസ്റ്റംസുമാണോ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്, UN എക്സ്പീരിയൻസ്, അതുപോലെ UN റെപ്ലിക്കയിൽ കൂടി വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്നതും ഇൻട്രാക്ട് ചെയ്യുന്നതിൽ നിന്നും സാറിൻ്റെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസുകൾ, പുറത്തുള്ള പൊളിറ്റിക്കൽ എക്സ്പീരിയൻസും കേരളത്തിൻ്റെ പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഒരു പ്രത്യേക അവസ്ഥയിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഈ ഇന്നത്തെ പൊളിറ്റിക്സിനെ പറ്റി, നാളത്തെ പൊളിറ്റിക്സിനെ പറ്റി, അതുപോലെ തന്നെ ഈ ഒരു മാറ്റം ഉണ്ടാവേണ്ടത് കുട്ടികളിലാണെങ്കിൽ അവർക്ക് അതിന് വേണ്ട ഒരു കൃത്യമായ ഒരു സിലബസ്, ഒരു കരിക്കുലം ഉണ്ടാകേണ്ടതില്ല. അത് ടീച്ചേഴ്സിന് അതിനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതില്ലേ? മാതാപിതാക്കൾക്ക് അതിനെപ്പറ്റി നല്ലൊരു അവബോധം ഉണ്ടാക്കേണ്ടതില്ലേ? എങ്കിൽ മാത്രമല്ലേ ഒരു പൊളിറ്റിക്കലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ തലമുറ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് കാണുന്ന പൊളിറ്റിക്സ് ആണോ നമ്മുടെ പൊളിറ്റിക്സിൻ്റെ ബെഞ്ച് മാർക്ക്? ഒരു ഇൻ്റർനാഷണൽ ബെഞ്ച് മാർക്ക് നമുക്കിതിന് ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഡെമോക്രസി 2.0 നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ? എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം ഉണ്ടാകേണ്ടത്? അതെങ്ങനെയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. താങ്ക് യു രാജേഷ്. ഈ UN റെപ്ലിക്ക എന്ന് പറയുന്നത് ലേബർ ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു. കാരണം മോഡൽ UN എന്ന് പറഞ്ഞ് വളരെ വർഷങ്ങളായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നടക്കാറുള്ള ഒരു പ്രസ്ഥാനം യഥാർത്ഥത്തിൽ UN-നെ മുഴുവനായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് UN റെപ്ലിക്ക എന്നതിന് പേര് കൊടുത്തത് തന്നെ ഒരു ജെന്യുവിനായിട്ട് UN-ൽ എന്ത് നടക്കുന്നു എന്ന് കുട്ടികൾക്കൊരു ബോധം ഉണ്ടാക്കാനാണ്. അവരൊരു കാലത്ത് UN-ൽ പോവുകയാണെങ്കിൽ ഒരു ഡിപ്ലോമാറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റായിട്ട് പോലും പോവുകയാണെങ്കിൽ ഞാനിവിടെ മുമ്പ് വന്നിട്ടുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് വളരെ ജെന്യുവിനായിട്ടുള്ള UN ആസ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ചെയ്യുകയാണ് അതിൽ ചെയ്തത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ലോക വീക്ഷണം കുട്ടികൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അത് തന്നെയല്ല, ഈ ലോകത്തിലുള്ള രാജ്യങ്ങളുടെ ഇൻ്ററാക്ഷനും ഇൻ്റർ കണക്ഷനും ഒക്കെ ശരിക്കും കാണണമെങ്കിൽ UN-ൽ തന്നെ പോകണം. നമുക്ക് ഓരോ രാജ്യങ്ങളിപ്പോൾ ചില അഭിപ്രായങ്ങളുള്ളത് നമ്മൾ അതിൻ്റെ വായിച്ചിട്ടോ പത്രം കണ്ടിട്ടോ ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഈ ലോകക്രമത്തിൽ ആരൊക്കെയാണ് പ്രധാനപ്പെട്ടത്, ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ആർക്കൊക്കെയാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് എന്നൊക്കെ അറിയണമെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ തന്നെ പോകണം. അത് രാജ്യത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല, പലപ്പോഴും വളരെ ചെറിയ രാജ്യങ്ങളുടെ എന്നാൽ വളരെ വിദഗ്ധരായ അംബാസഡർമാരുടെ ഇൻഫ്ലുവൻസ് ഒരുപക്ഷെ വലിയ രാജ്യങ്ങളുടെ
ഡിപ്ലോമാറ്റ്സിനേക്കാളും വലുതായിട്ടുള്ള അവസരങ്ങൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വനുവാത്തു എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിൻ്റെ അംബാസഡറായിരുന്നു. ഈ സൗത്ത് പസഫിക് സ്റ്റേറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതിൽ കൊണ്ടുവന്ന ചിന്തകളും മാറ്റങ്ങളും ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പെർമനൻറ്റ് മെമ്പേഴ്സ് പോലും കൊണ്ടുവരാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാവരും രാജ്യത്തിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയോ മാത്രമല്ല, സ്കിൽസ്, ഡിപ്ലോമാറ്റിക് സ്കിൽസിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാനാണ് നമ്മളത് ഡിസൈൻ ചെയ്തത്. അത് വളരെ സക്സസ്ഫുള്ളായി എന്ന് തന്നെ പറയും. ഇപ്പോൾ പലരും മോഡൽ യുവിനേക്കാളും UN റെപ്ലിക്കയാണ് കൂടുതൽ പ്രയോജനപ്രദമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വിദ്യാഭ്യാസത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ തീർച്ചയായിട്ടും. വിദ്യാഭ്യാസത്തിൽ എനിക്ക് പണ്ട് തന്നെ താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അപ്പോൾ ഈ ലിറ്ററേച്ചറും പഠിക്കുമ്പോഴത്തെ ഉദ്ദേശം തന്നെ ഒരു ലെക്ചറാകുക എന്നുള്ളതിൽ കൂടുതലൊന്നും ആ കാലത്ത് ആഗ്രഹിച്ചിരുന്നില്ല. പിന്നെ സിവിൽ സർവീസ് എന്നുള്ളത് പിന്നീട് വന്നതാണ്. പക്ഷേ ആ കാലഘട്ടത്തിലെല്ലാം വിദ്യാഭ്യാസത്തോടാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് സിവിൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഒരു സിവിൽ സർവീസ് അക്കാദമി ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ തിരുവനന്തപുരത്ത് വന്നത്. അതിൻ്റെ കൂടെ പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാറിയെങ്കിലും അധ്യാപനത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ പരിഷ്കാരത്തിലും എനിക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നോട് ഈ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചെങ്കിലും എനിക്ക് സന്തോഷം തോന്നി. കാരണം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണല്ലോ എന്ന് തോന്നി. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളതിനെ സമീപിച്ചത്, അത് ഞാൻ മാത്രമല്ല, പല മുമ്പത്ത് വൈസ് ചാൻസലറായിരുന്നവർ, പ്രൊഫസേഴ്സ് ആയിരുന്നവരൊക്കെ ഒരു നല്ലൊരു ഗ്രൂപ്പായിരുന്നു ഈ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. അതിന് എനിക്കിത് തോന്നിയത് അവർ എൻ്റെ അനുഭവങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ അവർ വളരെ പെട്ടെന്ന് സ്വീകരിച്ചു. കാരണം അത് പുറത്തുനിന്ന് വരുന്ന അനുഭവം കോളേജുകളിൽ നിന്ന് മാത്രമല്ല എന്നുള്ളതുകൊണ്ട് അവർക്കൊരു നോവൽറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൊതുവെ എനിക്ക് ഈ പരിഷ്കാരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു എതിർപ്പൊന്നും ഉണ്ടായില്ല. ഇവരൊക്കെ യാഥാസ്ഥിതികമായ വിദ്യാഭ്യാസത്തിൽ വിജയിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അവർക്ക് ഈ പുതിയ ആശയങ്ങൾ കേട്ടപ്പോൾ അവർക്ക് താല്പര്യമുള്ളത് എന്തുകൊണ്ട് നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടില്ല എന്നൊരു ചിന്ത അവിടെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ഈ എൻ്റെ മുമ്പിലത്തെ വൈസ് ചെയർമാനായിരുന്ന ഡോക്ടർ പണിക്കർ, അദ്ദേഹമാണ് ഇവിടെ ഒരു സെമസ്റ്റർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതൊരു തരത്തിൽ പറഞ്ഞാൽ ഈ നമ്മുടെ കോളേജുകളിലൊന്നും ഇല്ലാത്ത ഒരു സിസ്റ്റമായിരുന്നു. അത് ആദ്യം നിരാകരിക്കപ്പെട്ടു, പക്ഷേ പിന്നെ ഇത് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ അതിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ആദ്യത്തെ റിപ്പോർട്ട് തയ്യാറാക്കിയത്. സെമസ്റ്റർ സിസ്റ്റത്തിനെ എങ്ങനെ റിഫോം ചെയ്യാം. കാരണം സെമസ്റ്റർ സിസ്റ്റം നമ്മൾ പേരിൽ പറയുന്നെങ്കിലും അതൊരു ഇൻഗ്രെയിൻഡായിട്ട് വന്നിരുന്നില്ല. ഒരു സെമസ്റ്റർ സിസ്റ്റത്തിലൂടെ നമ്മൾ മാർക്ക് കൊണ്ടുവന്നെങ്കിലും എല്ലായ്പ്പോഴും നമ്മൾ ഫൈനൽ എക്സാമിനേഷനെ പറ്റിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സെമസ്റ്റർ സിസ്റ്റത്തിൽ ചെയ്യാവുന്ന ഇൻറ്റേർണൽ റിവ്യൂസ് അതിനൊന്നും വലിയ പ്രാധാന്യം. മാർക്ക് പരീക്ഷയുടെ മാർക്കാണ് എല്ലാ കാര്യത്തിലും ഉണ്ടായത്. അപ്പോൾ ആ ഇൻറ്റേർണൽ റിവ്യൂ സിസ്റ്റം കൂടെ ചെയ്തുകൊണ്ട്, അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് സെമസ്റ്റർ സിസ്റ്റത്തിൻ്റെ പരിഷ്കാരമായിരുന്നു. അത് വളരെ എളുപ്പത്തിൽ പോയി. പിന്നെ അങ്ങനെ ധാരാളം ഒരു 16 റിപ്പോർട്ടുകളോളം ഞങ്ങൾ സമർപ്പിച്ചു. പക്ഷേ അതിലുണ്ടായത് ഏറ്റവും പ്രധാനമായി വന്നത് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. അതിനും കാരണം ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ശ്രീ AK ആൻ്റണി ഈ സ്വകാര്യ എൻജിനീയറിംഗ് കോളേജുകളൊക്കെ സൃഷ്ടിച്ചല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതിലേക്ക് പുതിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വാട്ട് ദി നെക്സ്റ്റ് സ്റ്റെപ്പ് വി ക്യാൻ ഡു ടു ലിബറലൈസ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു മാൻഡേറ്റാണ് അദ്ദേഹം തന്നത്. അപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളും ആലോചിച്ചപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം റിസോഴ്സസ് ആണല്ലോ. കോളേജ് എഡ്യൂക്കേഷൻ നമുക്ക് ആശയങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ റിസോഴ്സസ് ഇല്ല. പ്രൈവറ്റ് കോളേജസിലൊക്കെ കുറച്ചെങ്കിലും അവരുടെയെങ്കിലും പണം ചിലവാക്കി അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് കോളേജിലൊക്കെ നോക്കിയാലൊന്നും എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് മുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ കമ്മ്യൂണിക്കേഷൻ മുതൽ എല്ലാ കാര്യങ്ങളിലും കുറവാണ്. അപ്പോൾ ഈ പണം ഉണ്ടാക്കണമെങ്കിൽ എന്താണ് മാർഗം എന്നാലോചിച്ചപ്പോഴാണ് നമ്മുടെ നാരായണമൂർത്തിയുടെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ കണ്ടത്. അത് ഇതിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ ഒരു സെൻറ്റൻസ് അതിൽ എഴുതിയിരിക്കുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടണമെങ്കിൽ 50% ചിലവെങ്കിലും പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് വരണം എന്നായിരുന്നു അദ്ദേഹം. കാരണം ഗവൺമെൻറ് വിൽ നെവർ ബി ഏബിൾ ടു ക്യാച്ച് അപ്പ് വിത്ത് ദ റിക്വയർമെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ 9 ഈസ് മൈൻ എന്നാണ് UN വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നത്. കുട്ടികൾ ആവശ്യപ്പെടുന്നതായിട്ടാണ് 9% ഓഫ് GDP ഷുഡ് ബി സ്പെൻഡ് ഓൺ എഡ്യൂക്കേഷൻ. 9 ഈസ് മൈൻ.
ഒരു പ്രസ്ഥാനം തന്നെയുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾക്ക് 3 ഈസ് മൈൻ അല്ലെങ്കിൽ 1.5% ഈസ് മൈൻ എന്നേ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു തരത്തിൽ എത്തണമെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി വന്നു കഴിഞ്ഞിരുന്നു. ആ സമയമായപ്പോഴത്തേക്ക് ആമിറ്റി യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായിട്ടൊരു വലിയ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായത്. അത് കഴിഞ്ഞ് പല യൂണിവേഴ്സിറ്റികളും വന്നു. ചിലതൊക്കെ അതിലും ആമിറ്റിയേക്കാളും കൂടുതൽ ക്വാളിറ്റി ഉള്ളതായി. അതുപോലെ ഉത്തരാഖണ്ഡിൽ ഒരു നിയമം ഉണ്ടാക്കി, ഇവിടെ ആരെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്താൽ അവർക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യൂണിവേഴ്സിറ്റികൾ നടത്താം, ക്യാമ്പസുകൾ തുടങ്ങാം. അതെ എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടായി പെട്ടെന്ന്. പക്ഷേ അത് UGC സ്റ്റോപ്പ് ചെയ്തു. കാരണം ഈ ജോഗ്രാഫിക്കൽ റീജിയനിന് പുറത്തു പോകാൻ പാടില്ല. ഉത്തരാഖണ്ഡിന് ദർ ഇസ് നോ ജൂറിസ്ഡിക്ഷൻ ഫോർ ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ഒരു ലൈസൻസ് എടുത്ത് പോകാൻ പാടില്ല, റിഗറസ് ആയിട്ടുള്ള ഇത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പുതിയ യൂണിവേഴ്സിറ്റികളൊക്കെ വന്നത്. ധാരാളം പേര് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ആദ്യം മുതൽ തന്നെ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഐഡിയ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് ശ്രീ ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് നമുക്ക് റിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വൺ ഓഫ് ദി ഇതായിരുന്നു. അതായിരുന്നില്ല മെയിൻ അജണ്ട. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരെ പറയുകയുണ്ടായി. കാരണം അതിനെപ്പറ്റി ആരും ശ്രദ്ധിച്ചിട്ടില്ല. 10-16 റിപ്പോർട്ടുകൾ ഞങ്ങൾ കൊടുത്തു. അതിലൊരുപാട് കാര്യങ്ങൾ, ഓട്ടോണമസ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു 4-5 റിപ്പോർട്ടിന്റെ സാരാംശങ്ങളൊന്നും സാർ ഒന്ന് പറയാമോ? അതെ, അതിൽ ഒന്നാമത്തേത് അടിസ്ഥാന സൗകര്യം, രണ്ടാമത്തേത് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ, മൂന്നാമത്തേത് ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സ്, നാലാമത്തേത് ഓട്ടോണമി, അഞ്ചാമത്തേത് റിസർച്ച്, ആറാമത്തേത് ഇൻ്റർനാഷണൽ ലിങ്കേജസ്. ഈ 6 അജണ്ട ഐറ്റം വെച്ചാണ് ഞങ്ങൾ 16 റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒരു ക്ലിയർ ഫ്രെയിം വർക്ക് ഇങ്ങോട്ട് പോകണം എന്നുള്ളത്. ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ഓതറൈസേഷൻ ഞങ്ങൾക്ക് കിട്ടിയത് ഇതിൽ ഓരോന്നെടുത്തിട്ട് നിങ്ങൾ പ്രൊപ്പോസലുകൾ ഉണ്ടാക്കുക. അപ്പം അതും ചെയ്തു. അപ്പോൾ അതിലൊന്നും വലിയ ചർച്ചകളൊന്നും വന്നില്ല. ഇപ്പോൾ അതുപോലെ ടീച്ചേഴ്സിന് ഗിഫ്റ്റ്സ് കൊടുക്കുക, അവർക്ക് ഓണർ ചെയ്യുക, അതുപോലെ മറ്റ് ഇന്ത്യയിലുള്ള തന്നെ മറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലായിട്ട് ടൈപ്പ് ഉണ്ടാക്കുക, ഫോറിൻ യൂണിവേഴ്സിറ്റീസായിട്ട് ടൈപ്പ് നേരത്തെ അംഗീകരിച്ചിട്ടുള്ളതാണ് UGC, അതും ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. അതിപ്പോഴും ആ റിപ്പോർട്ടുകളായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഒന്നും ഇംപ്ലിമെൻ്റ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ടെക്നോളജി തന്നെ മറ്റേ ടെക്നോളജി ഇൻ സ്കൂൾസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കേരള ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളത് യൂണിവേഴ്സിറ്റീസിൽ നിന്നാക്കി അതിന് അലൊക്കേഷൻ ഉണ്ടാക്കി, എത്ര കമ്പ്യൂട്ടർ വാങ്ങി, അങ്ങനെയൊക്കെ ഒരുപാട് ജോലികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നും ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടാനുള്ള സമയമായിരുന്നില്ല. ഗവൺമെൻറ് ആ സമയത്തായപ്പോഴത്തേക്കും ചർച്ചകളൊക്കെ നടക്കുന്നു, കമ്മിറ്റികൾ നടക്കുന്നു, അല്ലാതെ ഇതൊന്നും ശരിക്ക് ഒരു ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ ഈ പുതിയ ഗവൺമെൻറ് വന്നപ്പോഴാണ് അവർ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ചെയ്തത് തെറ്റാണ്, അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിൽ അവർ അറ്റാക്ക് ചെയ്തു. വേറൊരു ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ പറ്റിയൊന്നും ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല, ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഇതൊരു ഐഡിയോളജിക്കൽ പെർസ്പെക്റ്റീവായിട്ട് വന്നു. ഈ കൊമേഴ്ഷ്യലൈസേഷൻ ഇതാണ്, കമ്മോഡിറ്റൈസേഷനാണ് അത്. അപ്പോൾ അതിനൊരു കോൺഫറൻസ് GEM എന്ന് പറഞ്ഞ എഡ്യൂക്കേഷണൽ കോൺഫറൻസ്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റ് എന്ന് പറഞ്ഞ് ലോകത്തുനിന്ന് ധാരാളം എഡ്യൂക്കേഷൻസിനെ വിളിച്ച് കോളേജ് വെച്ചൊരു യോഗം നടത്തിയിട്ടുണ്ട്. 70-ലധികം വിദേശ യൂണിവേഴ്സിറ്റീസ് വന്നു എന്നാണ്. ഏകദേശം 30 വൈസ് ചാൻസലേഴ്സ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റ് ലെവൽസിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റീസിലുള്ളവരും എല്ലാം ഉണ്ടായിരുന്നു, ഓൾ ഇന്ത്യ. അതെ. അപ്പോഴാണ് അതിൻ്റെ 2-3 ദിവസം ഏകദേശം ഒരാഴ്ച മുമ്പ് ചില വൈസ് ചാൻസലേഴ്സ് ഉണ്ടായിരുന്നു, ലെഫ്റ്റിസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് വൈസ് ചാൻസലർ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് സെയിങ് ദാറ്റ് ദിസ് ഈസ് വെരി റോങ്, ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഡെത്ത് നെല്ലാവും എന്നൊക്കെ പറഞ്ഞ് അവരുടെ പേര് പറഞ്ഞ് പത്രങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഞാൻ അതിനൊരു മറുപടി എഴുതി, ഇതൊന്നും അല്ല കാര്യം, ഞങ്ങൾ ഇന്നതൊക്കെ ആണ് ചെയ്യാൻ പോകുന്നത് മറുപടി എഴുതി. പക്ഷേ അപ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒരു പ്രശ്നമായി മാറി, പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറി. പല സ്ഥലങ്ങളിലും പ്രക്ഷോഭങ്ങളും ഉണ്ടായി. അപ്പോൾ ഈ കോൺഫറൻസ് ഉള്ളതിൻ്റെ തലേ ദിവസമൊക്കെ കുറേ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ അസംബിൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു, ഈ ലീല ഹോട്ടലിൻ്റെ അടുത്ത്. അപ്പോൾ അവരവിടെ നിൽക്കുമായിരുന്നു, അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുമായിരുന്നുള്ള, അല്ലാതെ എന്തെങ്കിലും ഒരു അഗ്രസീവായിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല. പക്ഷേ അന്ന് രാവിലെ
ഞാൻ അവിടെ കോൺഫറൻസിലേക്ക് പോകുമ്പോൾ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് പറഞ്ഞില്ലേ പോകാം അവരോട്, കാരണം അവിടെ പലരും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്നില്ല, അവർക്ക് അറിയില്ലായിരുന്നു ഇവർ എന്നെ നോക്കി നിൽക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഞാനകത്ത് കയറിയപ്പോഴാണ് ശ്രീനിവാസൻ വന്നടാന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്ത്. അതൊക്കെ കണ്ടിട്ടുള്ളതാണ് പല ക്ലിയർലി ഫോട്ടോഗ്രാഫ്ഡ്. അപ്പോൾ അതൊക്കെ ഉണ്ടായപ്പോൾ ഞാനതിനൊന്നും റിയാക്ട് ചെയ്തില്ല. മര്യാദയ്ക്ക് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴാണ് ഒരാൾ എൻ്റെ തോളിൽ കൈയിട്ട് എന്നെ വെളിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്നെ സഹായിക്കാൻ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ, ക്രൗഡിൽ നിന്ന് രക്ഷപ്പെടുത്താനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ പുള്ളി ഒരു സ്ലാപ്പ് ഓൺ മൈ റൈറ്റ് ചീക്ക്. അതിൽ ഞാൻ വീണുപോയി, കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇതാണ് അന്ന് സംഭവിച്ചത്. അപ്പോൾ അതിന് ശേഷമാണ് ഇതൊരു വലിയ കോൺട്രവേഴ്സി ആയിട്ട് മാറിയത്. ഇതാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം പെട്ടെന്നൊരു വലിയ ഇതായി മാറി. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഗവൺമെൻറ്റിൻ്റെ വശത്ത് നിന്ന് പറയേണ്ടി വന്നു ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. മറ്റവരുടെ വശത്ത് നിന്ന് ഇത് ശരിയല്ല, ഇത് ഈ കമ്മോഡിറ്റൈസേഷനാണ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസേഷനാണെന്ന് അവർ വാദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇത് WTO അംഗീകരിച്ചിട്ടുള്ളതാണ്. കാരണം വിദ്യാഭ്യാസം എക്സ്ചേഞ്ചബിളാണ്. ഈവൻ ഇഫ് യു ഹാവ് എഡ്യൂക്കേഷൻ യു കൻ ഈവൻ സെൽ ഇറ്റ് ആസ് എ കമ്മോഡിറ്റി. അങ്ങനെയാണ് WTOയുടെ ഒരു സർവീസായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ സെൽ ഇറ്റ് ടു അനദർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ അനദർ കൺട്രി. സോ ഇറ്റ് ഈസ് എ സെയിലബിൾ എന്നുള്ളൊരു, അതൊന്നും അവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടില്ല. അങ്ങനെ അത് പോയി. അത് പിന്നെ അതിനൊരു കാര്യം പറയാനുള്ളത്, UDF തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അന്ന് ഉദ്ഘാടന ദിവസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് അതിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂളിൽ ഉള്ള ആളുകൾ പലരും അന്ന് വന്നില്ല എന്ന് ഞാൻ അറിഞ്ഞു. അതൊരു കോംപ്രമൈസ് ആയിരുന്നു. കാരണം അവർ പറഞ്ഞത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും വരാതിരിക്കുകയാണെങ്കിൽ അവർ ബഹളം ഉണ്ടാക്കില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്. അതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ചീഫ് മിനിസ്റ്റർ പിന്നീട് പറയുണ്ടായി അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാനവിടെ വരാതെ ഞാൻ ശ്രീനിവാസനെ എങ്ങോട്ട് അയച്ചു എന്നുള്ളത്. എന്ന് അദ്ദേഹം പബ്ലിക്കായിട്ട് പറയുകയുണ്ടായി. അതെനിക്കറിയില്ലായിരുന്നു ആ സമയത്ത്. എന്നോട് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും വരുന്നില്ല, അന്ന് വേറെ പൊളിറ്റിക്കൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ്, അതുകൊണ്ട് യു ക്യാരി ഓൺ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ഡിബേറ്റായി വന്നതും ഞങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം മുന്നോട്ട് വെച്ചതും ഒക്കെ. പിന്നെ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നു. അല്ല, അതിനകത്ത് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടത്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റ് എന്ന് പറയുന്ന കേരളം ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഇവൻറ്റ്, അതിൽ 70ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ 70ഓളം യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസ് വരുന്ന ഒരു ഡെലിഗേറ്റ്സ് വരുന്ന ഒരു വലിയ ഇവൻറ്റിൽ, ആ ഹയർ എഡ്യൂക്കേഷൻ്റെ വലിയൊരു വിഷൻ മുമ്പോട്ട് വെക്കുന്ന ഒരു ഇവൻറ്റിൽ ചീഫ് മിനിസ്റ്ററും എഡ്യൂക്കേഷൻ മിനിസ്റ്ററും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും മാറി നിന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് സാറിൻ്റെ അടുത്ത് അത് ഇൻഫോം ചെയ്തില്ല എന്ന് പറയുന്നതും അതിനകത്തും ഒരു അസ്വാഭാവികതയുണ്ടെന്നാണ്. തീർച്ചയായിട്ടും ഉണ്ട്. അത് പക്ഷേ ഞാനത് ജസ്റ്റിഫൈ ചെയ്തത് അന്നുള്ള പൊളിറ്റിക്കൽ അന്തരീക്ഷം കൊണ്ടാണ്. അന്നാണ് ഉമ്മൻചാണ്ടിക്ക് ഏതോ ഒരു കേസ് പുറത്തു വന്നതും കോടതിയിൽ വന്നതും ഒക്കെ. അപ്പോൾ അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റിലായിട്ടുള്ള ഞാനതിന് വലിയ ശ്രദ്ധിച്ചില്ല. പിന്നെ അദ്ദേഹം വീണ്ടും എടുത്തു പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ വരാതിരുന്നത് ഇന്നത് കൊണ്ടാണ്, അതൊരു തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ അതിലൊന്നും കാര്യമില്ല. പക്ഷേ UDF തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇത് മുന്നോട്ട് പോകണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 3-4 മാസം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി അന്ന് അറിഞ്ഞൊരു കാര്യം, എൻ്റെ അറിവിലുള്ള കാര്യം, വിദ്യാഭ്യാസ വകുപ്പിന് ഇതിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി അത് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ട് എനിക്കറിയാമായിരുന്നു, അദ്ദേഹം പബ്ലിക്കായിട്ട് പറയുമായിരുന്നു. കാരണം ഇത് അനൗൺസ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു സ്മോൾ ഗ്രൂപ്പ്, പ്രൊഫസർ സിറിയക് തോമസ് ആയിരുന്നല്ലോ എൻ്റെ ചെയർമാൻ, അദ്ദേഹം, മുഖ്യമന്ത്രി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, എല്ലാവരും കൂടി ഒരു ഫൈനൽ ചർച്ച നടത്തിയിട്ട് ഒരു പബ്ലിക് അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിതിനെതിരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി എല്ലാവർക്കും. ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം അത് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതിന് ശേഷം, ചീഫ് മിനിസ്റ്റർ പറഞ്ഞതിന് ശേഷം. അപ്പോൾ അതൊരു വലിയ ബിഗ് സർപ്രൈസ് ആയി എല്ലാവർക്കും. ഞാനന്ന് അമേരിക്കയിലേക്ക് പോകാനും ഞാനൊന്ന് തന്നെ പോവുകയും ചെയ്തു. പിന്നെ UDF അതിനെപ്പറ്റി ഒന്നും ചെയ്തില്ല. പിന്നെ പുതിയ ഗവൺമെൻറ് വന്നപ്പോഴാണ് ഇത് ശരിയല്ല, ഇതൊരു അപകടമാണ്, ഇത് മാറ്റി വയ്ക്കണം എന്നവർ തീരുമാനിച്ചു. അപ്പോൾ കുറേ ചർച്ചകളൊക്കെ നടത്തി. പിന്നെ അത് നടക്കില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് വന്നത്. പിന്നെ ഒരു 2 വർഷം മുമ്പാണ് അതേ ഗവൺമെൻറ് തന്നെ
അവരുടെ മനസ്സ് മാറുകയും ഇതിലേക്ക് ഇത് ആവശ്യമുള്ളതാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഒരു അവസാനമാണിപ്പോൾ അതൊരു പോളിസിയായി മാറിയിരിക്കുന്നു. ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു അസംബ്ലിയിൽ. അതിൻ്റെയൊക്കെ നേച്ചർ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, എനിക്കറിയില്ല പേഴ്സണലായിട്ട്. പക്ഷേ അത് കുറച്ചുകൊണ്ട് ലിബറലായിട്ടുള്ള ടേംസാണ് അവർ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ കൊടുത്തതിനേക്കാളും. ഫീസിൻ്റെ കാര്യത്തിലായാലും നിയമനത്തിൻ്റെ കാര്യത്തിലായൊക്കെ കുറേ കൂടെ ജനറസ് ആയിട്ടുള്ള പ്രൊവിഷനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് അതങ്ങനെ കൊടുത്തെങ്കിലേ ആരെങ്കിലും വരുവുള്ളൂ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുവുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥ അതിന് കാരണമാണ്. അതെ, അത് പക്ഷേ നമ്മളിപ്പോൾ ഓർക്കാനുള്ളത് ഈ 10 വർഷം കൊണ്ട് വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. അന്ന് ആവശ്യമുണ്ടായിരുന്നത് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം, കൂടുതൽ സീറ്റ് വേണം, പിന്നെ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും വേണം എന്നുള്ളതായിരുന്നല്ലോ പ്രോഗ്രാം. അപ്പോൾ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി വെർ ബോത്ത് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പിന്നെ ഇതുണ്ടാക്കി ഓട്ടോണമസ് കോളേജസ് ഉണ്ടാക്കിയല്ലോ, 20 ഓട്ടോണമസ് കോളേജ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു നേട്ടം ആ കാലഘട്ടത്തിൽ. അത് ഒഫീഷ്യലായിട്ട് 20 കോളേജുകൾ ഓട്ടോണമസ് കോളേജായി. ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല കോളേജ് അതേ 20 കോളേജുകളിൽ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊരു ഗ്രോത്താണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത്, ഒരു ഗ്രാജുവലായിട്ടുള്ള. പക്ഷേ ഈ ഓട്ടോണമസ് കോളേജസിനെ തന്നെ ഈ ഗവൺമെൻറ് അധികം പ്രോത്സാഹിപ്പിച്ചില്ല. ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ഓവർവ്യൂ ചെയ്യുന്ന കമ്മിറ്റി അവരില്ലാതാക്കി. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഒരു ഓട്ടോണമസ് കോളേജിലുണ്ടെങ്കിൽ അവർ കോടതി പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയല്ലായിരുന്നു. ഞാൻ ചെയർമാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, മാനേജ്മെൻറ്റും കൂടെ ചേർന്നിട്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ കമ്മിറ്റിയിൽ കൊണ്ടുവരിക, അങ്ങനെയാണ് പരിഹാര മാർഗമൊക്കെ. അപ്പോൾ ആ കമ്മിറ്റി അബോളിഷ് ചെയ്തിട്ട് ഇത് ആവശ്യമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കോടതി പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു ഉപയോഗമില്ലാത്ത ഒരു പ്രൊവിഷനായിട്ട് മാറി. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഉള്ള സർക്കാർ ഈ ലിബറലായിട്ട് ഇങ്ങനെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ പോളിസി കൊണ്ടുവന്നു. അവിടെ ആ സ്ഥാനത്ത് മറ്റൊരു സർക്കാരായിരുന്നെങ്കിൽ ഇത്തരത്തിൽ തന്നെ ഒരു പോളിസി ലിബറലായിട്ട് കൊണ്ടുവരുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ ഇത്ര സ്പീഡിൽ? ഇല്ല, പക്ഷെ അതിനൊരു കാരണം കൂടിയുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഉണ്ടല്ലോ, CEP എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ പോളിസി, അതിനകത്ത് കുറേ കൂടി ലിബറലായിട്ടുള്ള പ്രൊവിഷനാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനും ഫോറിൻ യൂണിവേഴ്സിറ്റീസിനും നൽകിയിട്ടുള്ളത്. അതല്ല, അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ UDF-ൻ്റെ ഇൻ പ്രിൻസിപ്പിളാണ് ഇവരതിനെ എതിർത്തത്, നോട്ട് ഇൻ ഡീറ്റെയിൽ. അതെ. പക്ഷെ ഞങ്ങൾ ചിന്തിച്ചത് ഈ എതിർപ്പുള്ള സമയത്ത് കൂടുതൽ റെസ്ട്രിക്റ്റഡ് ആവുന്നതായിരിക്കും പൊളിറ്റിക്കലി അക്സെപ്റ്റബിൾ എന്ന് നമ്മൾ വിചാരിച്ചു. അതെ അതെ. അതുകൊണ്ട് അതിനകത്ത് ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ കാണും, ഫീസ് ഞങ്ങൾ നിശ്ചയിക്കും, സ്കോളർഷിപ്പ് നിശ്ചയിക്കണം, അതുപോലെ പൈസ വെളി കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ ഉള്ള കുറേ റിഗറസ് റെഗുലേഷൻസാണ് വെച്ചിരുന്നത്. അത് ഇവർ മാറ്റാൻ കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിയിൽ കുറച്ച് ലിബറലൈസ് ചെയ്തു എന്നുള്ളത് കൊണ്ടേ ആകാം. പക്ഷെ അവർ ആർഗ്യൂ ചെയ്യുന്നതനുസരിച്ച് നോക്കുമ്പോൾ ലിബറലൈസ് ചെയ്യല്ല വേണ്ടത്, കൂടുതൽ റെസ്ട്രിക്റ്റ് ചെയ്യല്ല വേണ്ടത്. കാരണം നമ്മുടെ സോഷ്യലിസം. അതെ, പക്ഷേ ഇപ്പം ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് കാര്യം, അതായത് ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളിലും ആണെങ്കിലും പോസിറ്റീവ് കാര്യം, UDF ഇതേ ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മേ ബി സക്സസ്ഫുൾ ആകണമെന്നില്ല, ഇത്രയും ലിബറൽ ആവണമെന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് അന്ന് അവർ ആർഗ്യൂ ചെയ്തേനെ ലിബറലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതെ. ഇപ്പോഴും അവരുടെ പാർട്ടിയിലുള്ളവർ പറയുന്നുണ്ട് ഈ ബില്ല് കൂടുതൽ ലിബറലൈസ്ഡ് ആണ്, നമ്മളതിനെ കൂടുതൽ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ. ആ ചിന്ത ഇപ്പോഴും ഉണ്ട്. അതാ പറഞ്ഞേ. അപ്പോൾ അത് ഈ LDF-നേക്കാൾ അത് ലിബറലാണ്, അല്ല UDF-നേക്കാൾ ലിബറലാണ് LDF ഇപ്പോൾ. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്താണ് ഏതാണ് കൂടുതൽ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അക്സെപ്റ്റബിൾ എന്നുള്ളതിലേക്ക് ചിന്തിക്കുമ്പോൾ ഈ 16 റിപ്പോർട്ടുകളിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകാൻ തുടങ്ങും എന്നൊരു പ്രഡിക്ഷൻ ഞാൻ അന്ന് ചെയ്യുകയുണ്ടായി. അതൊരിപ്പോൾ സത്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ കുറവാണ്, കോളേജുകളിലൊക്കെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. അതുപോലെ അപ്പോൾ ആരെങ്കിലും ഒരു ഇൻവെസ്റ്റർ പുറത്തു നിന്നുകൊണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ സിറ്റുവേഷൻ പഠിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന കൺക്ലൂഷൻ ആവശ്യത്തിന് കുട്ടികളെ കിട്ടാൻ സാധ്യതയില്ല എന്നാകാമല്ലോ. തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഫീസിബിലിറ്റി നഷ്ടപ്പെട്ടു, സ്റ്റഡി ചെയ്യാതെ അവർ വരില്ലല്ലോ. അതെ. അപ്പോൾ അവർക്ക് എത്ര നമ്പേഴ്സ് കിട്ടും, ഈ 2-3 ലക്ഷം രൂപയൊക്കെ ഫീസ് കിട്ടുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നേക്കും. അതിപ്പോൾ ഒന്നാണ്, അന്ന് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തേത് ഗ്രോത്ത് ഓഫ് ടെക്നോളജി. ഇപ്പോൾ എഡ്യൂക്കേഷൻ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു 4-5 വർഷത്തിനകം ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ബിൽഡിങ്ങുകൾ വേണ്ട, സ്ഥലം 10-25 ഏക്കർ സ്ഥലം, എത്ര സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് എന്ന് പറയുന്ന അത് വേണ്ട.
ഒരു ധാരണ തന്നെ പൊളിയുവാണ്. അതെ, അതിപ്പം നമ്മൾ ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ നമ്മുടെ സ്റ്റഡിയിൽ വന്ന് നമ്മളെ പഠിപ്പിക്കും. അതെ അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാകാൻ പോകുന്നത്. എത്ര പേരെ വേണമെങ്കിലും ക്രിയേറ്റ് അതെ, ചെയ്യാമല്ലോ. അതെ. മോദി സർവ്വസമയം ഡാൻസ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ പ്രൊഫസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് യു വിൽ കം ആൻഡ് ടീച്ച് യു ആൻഡ് റിയലിസ്റ്റിക്കലി പേഴ്സണലൈസ്ഡ്. എന്നിട്ട് അതിന് ബിൽഡിംഗ് ഒന്നും വേണ്ടല്ലോ. നമ്മുടെ സമയത്തിന്, നമ്മുടെ സൗകര്യത്തിന്, നമ്മുടെ സ്ഥലത്ത് സ്വിച്ച് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അല്ല, അപ്പോൾ അത് വരുന്നുള്ളത് വളരെ അടുത്താണ്. അധികം ഓൾറെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ എഐയില് സിന്തസിസ് എന്ന് പറഞ്ഞൊരു കമ്പനി, മാത്തമാറ്റിക്സ് ആണ് ലോകത്തിലെ ഏറ്റവും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു AI ട്യൂട്ടർ വന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഒരു AI ട്യൂട്ടറാണ്. അപ്പോൾ അത് പേഴ്സണലൈസ്ഡ് ആണ്. അത് ഏത് ലെവലിൽ തൊട്ട് ഏത് ലെവലിൽ വരെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ പറ്റും. കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പോസ്റ്റിലേക്ക് ആൽബർട്ട് ഐൻസ്റ്റീനെ ഇൻവൈറ്റ് ചെയ്തു എന്ന് പറയുന്നത് സാറ് കേട്ടിട്ടുണ്ട്? ഭയമാണ്. ജോലി കിട്ടുമോ? നമ്മൾ ഈ പഠിക്കുന്നത് കൊണ്ട് ജോലി കിട്ടും, പലരും ജോലി ഇല്ലാതെ ഉള്ളതുകൊണ്ട് എഡ്യൂക്കേഷനും എംപ്ലോയ്മെന്റുമായിട്ടൊരു ലിങ്കേജ് ഇല്ലല്ലോ. ഗവൺമെന്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ യുവർ അപ്പോയിന്റ്മെന്റ്. അതൊരു മൈൽ സ്റ്റോൺ ആണെങ്കിൽ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന രണ്ടാമത്തെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റാണ്. സാറ് 300-ലധികം യൂണിവേഴ്സിറ്റികളുമായിട്ട് MGയുടെ MOU സൈൻ ചെയ്തു. അതും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ. MG യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ തന്നെ ഒരു മികച്ച യൂണിവേഴ്സിറ്റിയെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പാതയിലാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത്. ആ മൈൽ സ്റ്റോൺസ് തീർച്ചയായിട്ടും ചരിത്രത്തിൽ സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തുന്ന ഒരു കാലഘട്ടമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, എല്ലാവരുടെയും അംബിഷൻ ഈ വേൾഡ് റാങ്കിങ്ങിൽ വരിക എന്നുള്ളതാണ്. അപ്പം നമ്മുടേത് ആദ്യത്തെ 200-ൽ പോലും ഇല്ലായിരുന്നു ഇന്ത്യയിലുള്ള ഒറ്റ യൂണിവേഴ്സിറ്റി പോലും. അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവർ വിദേശത്തേക്ക് കുട്ടികൾ പഠിക്കാൻ പോകാൻ തുടങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ക്വാളിറ്റി നടക്കില്ല ക്വാളിറ്റി ഒരിക്കലും ഇങ്ങനെ ഒരു ഇത് പോരാ. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളൊക്കെ അവിടുന്ന് കുട്ടികൾ ഇവിടെ വരുമ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോഴും നമ്മളിതാണല്ലോ ചിന്തിക്കുന്നത്. ഒരു സെമിസ്റ്റർ ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുട്ടികളെ ഞാനിവിടെ കൊണ്ടുവന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മളും അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല.